ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ. ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്തു വെച്ചതാണേ. വോട്ടിൻ്റെ അന്ന് എടുത്തു വെച്ചതാണ്. വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാണ്. ഒരു ഗീ റൈസ് തയ്യാറാക്കാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള നല്ലപോലെ വഴറ്റുക. പട്ട, ഏലക്കയും ഗ്രാമ്പും അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അരി അളന്ന അതേ പാത്രത്തിൽ 1.25 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ക്യാരറ്റ് മുറിച്ചിട്ട് 2 ലെമണിൻ്റെ ജ്യൂസ് കൊടുത്ത് ഒഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നപ്പോൾ അരി കഴുകി ഊറ്റി അതിലേക്ക് ഇട്ടു. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെന്തൊക്കെയാ വിശേഷം? ഒരു തട്ടിക്കൂട്ട് ചോറും കറിയെല്ലാം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് മീൻ വറുക്കാം. അത് സിമ്മിൽ വെക്കാം. ചോറ് സിമ്മിൽ വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വിനീഗറും ഉപ്പും പെരിഞ്ജീരകപ്പൊടിയും ഇട്ടിട്ടുണ്ട്. നല്ലപോലെ അതെല്ലാം മിക്സ് ചെയ്ത് മീനിനെ പുരട്ടി വയ്ക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ആദ്യം ഒരു കടായി വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മീൻ നിരത്തി വയ്ക്കുക. പെരിഞ്ജീരകപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതും ചേർക്കുക. മറന്നു പോയതാണ് പറയാൻ. വേറെന്തൊക്കെയാണ്? എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റൈസ് റെഡി. ഇത് മത്തി മുളകിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ചിക്കൻ കറി ഇന്നലത്തത് ഉണ്ടായിരുന്നു. എല്ലാം റെഡിയായി.